ഹായ് ആൾ, വെൽക്കം ടു മിൻ പി എസ് സി ദ റൈറ്റ് ഗൈഡൻസ്. ഫ്രീ ക്ലാസ്സസ് ഈ ഒരു വേർഡ് കേൾക്കുമ്പോൾ തന്നെ നമ്മളെല്ലാവരും ശ്രദ്ധിക്കുന്നതാണ്. ഫ്രീ ആയിട്ട് നമുക്ക് ക്ലാസ് കിട്ടുന്നുള്ളത് അല്ലേ? അപ്പോൾ ഫ്രീ ആയിട്ട് ക്ലാസ് കിട്ടുന്ന വെച്ചാൽ നമ്മൾ തന്നെ സെർച്ച് ചെയ്യും, നമുക്ക് ഇത്ര അവൈലബിൾ ആയിട്ടുള്ള ഫ്രീ ക്ലാസ്സസ് കിട്ടുന്നുണ്ട്, നമുക്ക് അതിൽ നിന്ന് എല്ലാ സോഴ്സും കിട്ടുമെന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. പക്ഷെ യഥാർത്ഥത്തിലാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്, നമ്മളിപ്പോൾ ഈ പറയുന്ന പോലെ ഫ്രീ ക്ലാസ്സസ് ഉണ്ട് എന്നിരുന്നാൽ നമുക്ക് എല്ലാ സോഴ്സും അതിൽ നിന്ന് അവൈലബിൾ ആയിരിക്കില്ല. മെയിനായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ഫ്രീ ക്ലാസ് എന്ന് പറയുമ്പോൾ തന്നെ എന്താണ്, നമുക്കൊരു ഒരു ലിമിറ്റഡ് അവറേ നമുക്ക് ഈ ക്ലാസ് വരുന്നുള്ളൂ. അതുപോലെ തന്നെ എന്താണ്, ഡേ ബൈ ഡേ ആയിരിക്കാം ചിലത് വീഡിയോസ് വരുന്നത്, അതുപോലെ ചിലത് എന്താണ് കുറച്ചിപ്പോൾ വീക്കിലി ആയിരിക്കാം നമുക്ക് വീഡിയോസ് വരുന്നത്. അപ്പോൾ ഈ പറയുന്ന ടൈമൊക്കെ എന്താണ് നമ്മൾ ചിലപ്പോൾ എന്താണ് വെയിറ്റ് ചെയ്തിരിക്കേണ്ടി വരും, അല്ലെങ്കിൽ എന്താണ് കുറച്ച് ചെറിയൊരു അവറേ ഉള്ളൂ. ആ ഒരു അവറിൽ തീർക്കുന്ന സോഴ്സേ നമുക്ക് അതിൽ കിട്ടുന്നുള്ളൂ. അപ്പോൾ ഈ പറയുന്ന ഫ്രീ ക്ലാസ്സിനാവും അതിൻ്റെതായ കുറച്ച് ലിമിറ്റേഷൻസും കാര്യങ്ങളും വരുന്നുണ്ട്. എന്താണ്, കുറച്ച് നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കുന്ന വരുന്നുണ്ട്. അതുപോലെ എന്താണ്, ടൈം നമുക്ക് ലിമിറ്റ് ചെയ്യേണ്ടി വരും. നമുക്ക് എന്താണ് നമുക്ക് ശരിക്കും കിട്ടേണ്ട സോഴ്സ് എന്താണ്, അത് നമുക്ക് ശരിക്കും അതിൽ നിന്ന് അവൈലബിൾ ആയി വരാൻ സാധ്യതയും കുറവാണ്. പിന്നെ ഈ പറയുന്ന ഫ്രീ ക്ലാസ് എന്ന് പറയുന്നത് നമ്മൾ പറയുന്നത് എന്താണ്, നമുക്ക് എന്തായാലും ഏതൊരു എക്സാമിനാണെന്നുണ്ടെങ്കിൽ എന്താണ് ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള സിലബസ് ഉണ്ടാകും. അതനുസരിച്ചിട്ടായിരിക്കും നമുക്ക് ക്വസ്റ്റ്യൻസും കാര്യങ്ങളും വരുന്നത്. അപ്പം മെയിൻ ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മളുടെ ഈ ഫ്രീ ക്ലാസ്സസ് എന്ന് പറയുമ്പോൾ നമ്മൾ മെയിൻ ആയിട്ട് യൂസ് ചെയ്യേണ്ടത് എങ്ങനെയാണ് നമ്മളത് യൂസ് ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, റിവിഷന് വേണ്ടി മാത്രമായിരിക്കണം നമ്മൾ ഫ്രീ ക്ലാസ് യൂസ് ചെയ്യേണ്ടത്. ഒരുപാട് സോഴ്സുകൾ നമ്മൾ കിട്ടുമെന്ന് വിചാരിക്കും, പക്ഷെ നമുക്ക് അതിൽ നിന്ന് എല്ലാം കിട്ടിയെന്ന് വരില്ല. എപ്പോഴും നമ്മൾ ചെയ്യേണ്ടത്, നമ്മളിപ്പോൾ ഒരു റാങ്ക് ലിസ്റ്റ്, നമ്മുടെ റാങ്ക് ഫയൽ യൂസ് ചെയ്ത് നിങ്ങൾ പഠിക്കാൻ ശ്രമിക്കുക. അതല്ലെങ്കിൽ ഏതെങ്കിലും കോഴ്സിൽ ജോയിൻ ചെയ്ത് പഠിക്കാനായിട്ട് ശ്രമിക്കുക. ഈ പറഞ്ഞ ഫ്രീ ക്ലാസ് തന്നെ എല്ലാ സോഴ്സും നമുക്ക് അവൈലബിൾ ആകണം എന്ന് ഇല്ല. മെയിൻ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ റിവിഷൻ, PYQ അല്ലെ, നമ്മളുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ്, ഇതാണ് നമ്മൾ മെയിൻ ആയിട്ട് ഫ്രീ ക്ലാസ് കൊണ്ട് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. അതുപോലെ തന്നെ മാരത്തോൺ സെഷൻസ്, നമുക്കറിയാലോ നമ്മുടെ പ്രീവിയസ് ആയിട്ട് വരുന്ന എല്ലാ ക്വസ്റ്റ്യൻസ് ആണ് നമ്മളുടെ മാരത്തോൺ. അതിപ്പോൾ ഏതൊരു ഇതാണെന്നുണ്ടെങ്കിൽ എന്താണ്, നമ്മുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ആയിരിക്കും നമ്മൾ മാരത്തോണായിട്ട് യൂസ് ചെയ്തത്. കാരണം ഈ പറയുന്ന പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നമുക്ക് ഒരുപാട് മാർക്കും സ്കോർ ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പൊ ഈ പറയുന്ന ഫ്രീ ക്ലാസ് എന്ന് പറയുമ്പോൾ അതിൽ നമ്മൾ മെയിൻ ആയിട്ട് യൂസ് ചെയ്യേണ്ടത് റിവിഷൻ എന്ന് പറയുന്ന കാര്യമാണ് നമ്മൾ നോക്കേണ്ടത്. അല്ലാതെ നമ്മൾ ഇപ്പോൾ ചെയ്യുമ്പോൾ എന്താണ്, നമ്മളിപ്പോൾ ഒരു കോഴ്സ് സ്റ്റാർട്ട് ചെയ്യുകയാണ്, നമ്മളിപ്പോൾ ഏതെങ്കിലും ഒരു ജോബിന് വേണ്ടി പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ ഫ്രീ ക്ലാസ്സസ് എന്നുള്ളത് കണ്ടു നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എല്ലാ സോഴ്സും അതിൽ നിന്ന് അവൈലബിൾ ആകണമെന്നില്ല. അപ്പോൾ നമുക്ക് എന്തായാലും മാർക്ക് നഷ്ടപ്പെടാനും സാധ്യത കൂടുതലാണ്. പകരം നമ്മളിപ്പോൾ കോഴ്സ് എടുത്ത് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു റാങ്ക് ഫയൽ നോക്കി പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത്യാവശ്യം കുറേ സോഴ്സ് ഈ പറയുന്ന ബുക്കിൽ നിന്നും കാര്യങ്ങൾ നമുക്ക് അവൈലബിൾ ആയിരിക്കും. അതനുസരിച്ച് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ പറയുന്ന ഫ്രീ ക്ലാസ്സിലൂടെ നിങ്ങൾക്ക് കിട്ടുന്ന റിവിഷൻ ആണ് മെയിനായിട്ട് നോക്കേണ്ടത്. ആ റിവിഷനിലൂടെ ഇപ്പം നിങ്ങൾ വെറുതെ ഇരിക്കുകയാണ്, കുറച്ച് നേരം നമ്മൾ വെറുതെ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ടൈമിൽ എന്ത് ചെയ്യുക, ഈ ഫ്രീ ക്ലാസ് നിങ്ങൾ ജസ്റ്റ് ഒന്ന് കേൾക്കുക. അല്ലാതെ നമ്മൾ ഫുള്ളായിട്ട് എന്ത് ചെയ്യരുത്, ഫ്രീ ക്ലാസ്സിനെ നമ്മൾ ഒരിക്കലും ഡിപ്പെൻഡ് ചെയ്യേണ്ടത്. മെയിൻ ആയിട്ട് നമ്മൾ വരുമ്പോൾ ഒരു ജോബിലേക്ക്, ഒരു റാങ്ക് ലിസ്റ്റിലേക്ക് നമ്മൾ നയിക്കുമ്പോൾ നമ്മൾ മെയിൻ ആയിട്ട് ചെയ്യേണ്ടത്, നമുക്ക് കറക്റ്റ് ഒരു മെന്റർഷിപ്പ് വേണം. അതുപോലെ നമ്മൾ ടെസ്റ്റ് സീരീസ് ചെയ്യണം, ഒരു ലൈവ് ക്ലാസ്സസ് നിങ്ങൾ നോക്കണം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന ഇൻട്രാക്റ്റീവ് സെഷൻസിലൂടെയാണ് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുക, നിങ്ങൾക്ക് ഈ പറയുന്ന ഡൗട്ട്സും കാര്യങ്ങളൊക്കെ നമ്മൾക്ക് ക്ലിയർ ചെയ്യാൻ വേണ്ടി പറ്റുന്നത്. അപ്പം അതിനെല്ലാം വേണ്ടിയിട്ട് നമ്മുടെ മിന്റ് PSC കമ്പനി ബോർഡ് അസിസ്റ്റന്റിന്റെ നമ്മൾ പുതിയ കോഴ്സ് സ്റ്റാർട്ട് ചെയ്യാണ്. ഈ വരുന്ന ഒക്ടോബർ 15-ാം തീയതിയാണ്. നമുക്ക് നോട്ടിഫിക്കേഷൻ വരുന്നതും ഒക്ടോബർ 15-ാം തീയതിയാണ്. അന്ന് തന്നെയാണ് മിന്റ് PSC നമ്മളുടെ കോഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യുക, കോഴ്സിലേക്ക് ജോയിൻ ചെയ്യുക. ഇവിടെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് 220 അവറിന്റെ ലൈവ് ക്ലാസ്സസ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. അതുപോലെ ടെസ്റ്റ് സീരീസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, ഈ ബുക്സ്, അതുപോലെ കൂടെ തന്നെ നമ്മളുടെ ഫാക്കൽറ്റീസ് എല്ലാവരും നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാകും. ഫുൾ സപ്പോർട്ട് കൂടി, ഫുൾ മെന്റർഷിപ്പോട് കൂടിയായിരിക്കും നമ്മൾ ചെയ്യുന്നത്. അതുപോലെ നിങ്ങൾക്ക് ഡൗട്ട്സ് ഏത് ഭാഗത്തുനിന്നാണോ അതിന് നമ്മൾ എന്ത് ചെയ്യും, നമ്മളുടെ ഡൗട്ട് ക്ലിയറൻസ് സെഷൻ വരെ നിങ്ങൾക്ക് വേണ്ടി നമ്മൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് എന്ത് ചെയ്യുക, എല്ലാവരും ഈ കോഴ്സിലേക്ക് ജോയിൻ ചെയ്യുക. നവംബർ 19-ാം തീയതി വരെയാണ് നമ്മൾക്ക് ഈ പറയുന്ന കമ്പനി ബോർഡ് അസിസ്റ്റന്റ് എക്സാമിനെ അപ്ലൈ ചെയ്യാനുള്ള അവസാന തീയതി വരുന്നത്. ഒക്ടോബർ 15-ന് നമ്മൾ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. ഇതിനൊപ്പം തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഫ്രീ ആയിട്ട് നമ്മളുടെ ടെസ്റ്റ് സീരീസ് നമ്മൾ പ്രൊവൈഡ് ചെയ്തത് 1 lakh ടെസ്റ്റ് സീരീസ് ആണ് നമ്മൾ നിങ്ങൾക്ക് വേണ്ടി പ്രൊവൈഡ് ചെയ്തത്. നിങ്ങൾ ഈ പറയുന്ന ഫ്രീ ക്ലാസ് മാത്രം കണ്ടിരുന്നിട്ട് കാര്യമില്ല, നമുക്ക് എന്ത് വേണം,
ടെസ്റ്റ് സീരീസ് ചെയ്ത് പ്രാക്ടീസ് ചെയ്യണം. എന്നിരുന്നാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നമുക്ക് റാങ്ക് ലിസ്റ്റ് അല്ലെങ്കിൽ ജോബ് എന്ന് പറയുന്ന കാര്യം നമുക്ക് ഉറപ്പിക്കാനായിട്ട് സാധിക്കുള്ളൂ. അപ്പൊ എല്ലാവരും എന്ത് ചെയ്യുക, നമ്മളുടെ ഈ പറയുന്ന കോഴ്സിലേക്ക് ജോയിൻ ചെയ്യുക. അപ്പൊ എല്ലാവരും നല്ല രീതിയിൽ പഠിക്കുക, മുന്നോട്ട് നല്ല വാശിയോടുകൂടി തന്നെ പഠിക്കുക, ജോലി കിട്ടുന്ന ഒറ്റ ലക്ഷ്യത്തോടു കൂടി തന്നെ പഠിക്കാനായിട്ട് ശ്രമിക്കുക. അപ്പൊ ഈ കോഴ്സിലേക്ക് ജോയിൻ ചെയ്യുന്ന എല്ലാവരും RH005 എന്ന കോഡ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡിസ്കൗണ്ടും കാര്യങ്ങളും അവൈലബിൾ ആയിരിക്കും. അപ്പൊ എല്ലാവർക്കും താങ്ക് യു. അടുത്ത വീഡിയോ കാണാം. താങ്ക് യു.